ഞാൻ ഇന്ന് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച എൻ്റെ ലൈഫിലുണ്ടായ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. എൻ്റെ പേര് ജിതിൻ, ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഞാനിപ്പോൾ കറൻ്റ് UAE ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. എന്നത്തെയും പോലെ രാവിലെ ജോലിക്കെത്തി. രാവിലെ വന്നപ്പോൾ തന്നെ ആണെങ്കിലും വലിയൊരു മൂഡൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ ഈ ജോലിക്ക് തീരെ ഒരു ഫിറ്റ് അല്ലാത്ത പോലെയൊക്കെ എനിക്ക് തന്നെ സ്വയം തോന്നും. അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമാണിന്ന്. ഒരു കുറച്ച് പേഷ്യൻസ് ഒക്കെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിലേക്ക് ഒരു ചെറിയ മോള് വന്നു. ഒരു 6 വയസ്സുള്ളൊരു കുഞ്ഞു മോള്, ഉപ്പയും ഉമ്മയുണ്ട് കൂടെ. അപ്പം ഞാൻ രാവിലെ വിഷൊക്കെ ചെയ്ത് മോളെ ഇങ്ങനെ റിഫ്രാക്ഷൻ ചെയറിലിരുത്തി. ഞാൻ പാരൻസിനോട് അറബിയിൽ ഷൂ മുഷ്കിലായി കണ്ണിന് എന്താ പ്രശ്നം എന്നുള്ള ചോദിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഈ മോൾക്ക് 3 പേർക്കും സംസാരശേഷിയും കേൾവി ശക്തിയും ഇല്ല. കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് ചെറുതായി സ്റ്റക്കായി പോയി. ഇവർ ഈ നാട്ടിലെ ആൾക്കാരാണ്. എനിക്ക് ക്ലിനിക്കലി വേണ്ട കുറച്ച് അറബിക്കൊക്കെ അറിയാമെന്നല്ലാതെ അത്ര പ്രോയൊന്നുമല്ല. എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല. മോള് നടന്നു വരുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, മോൾക്ക് സ്കിൻ ഉണ്ട്, കണ്ണിന് പവർ ഉണ്ട്. ആ പവർ നമ്മൾ കറക്റ്റ് ചെയ്യാത്തത് കൊണ്ട് വരുന്ന ടൈപ്പ് ഓഫ് സ്കിന്നാണ് മോക്കുള്ളത്. ആഴ്ച പരിശോധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ചെയറിൽ ഇരുന്നിട്ട് ചുമരിലുള്ള ഒരു ചാർട്ടിലെ നമ്പേഴ്സ് വായിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ കാഴ്ചശക്തി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോൾക്ക് ഇത് വായിക്കാനുള്ള കഴിവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനും ഈ മോൾക്ക് പറ്റില്ല. എനിക്കിവിടെ ആകെയുള്ള ഒരു ഓപ്ഷൻ, മോള് ചാർട്ടിൽ കാണുന്ന സിമ്പല് ഒരു പേപ്പറിൽ വരച്ച് തന്നു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. ഞാൻ പാരൻസിനോട് ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അവരെ കാണിച്ചു. അപ്പോൾ അവർ മോളെ ഒരു ആംഗ്യ ഭാഷയിലൂടെ ഇങ്ങനെ ഈ ചാർട്ടിൽ കാണുന്ന ലെറ്റർ ഒരു പേപ്പറിൽ വരച്ച് തരാൻ പറഞ്ഞു. അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ മോൾക്ക് ഓൾറെഡി കണ്ണിന് പവർ ഉണ്ട്. അപ്പോൾ ഈ പവർ ഞാൻ കറക്റ്റ് ചെയ്ത് വരുന്തോറും മോള് മെല്ലെ മെല്ലെ ചിരിച്ചു തുടങ്ങി. ഒരു പോയിന്റ് ഓഫ് ടൈം എത്തിയപ്പോൾ മോള് പാരൻസിനെ നോക്കി നന്നായിട്ട് ചിരിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ആ മോള് പാരൻസിനെ ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത്. ഈ കുഞ്ഞു കുട്ടികളുടെ ചിരി കാണാൻ ഭയങ്കര ക്യൂട്ടല്ലേ. അതുപോലെ ഈ കുഞ്ഞു മോള് ഈ ഫോറോപ്റ്ററൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുക. ചെറിയ കുട്ടികളെ റിഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ പവർ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ മരുന്ന് ഒഴിച്ച് കൂടെ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ മരുന്ന് ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും മുന്നേ കിട്ടിയ സിമിലർ ആയിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരുന്നു. അങ്ങനെ ഗ്ലാസ് പ്രിസ്ക്രൈബ് ചെയ്തു. ആ മോള് ഈ ജോലിയോടുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. ആ മോൾ ആ ചില്ലിലൂടെ നോക്കി ചിരിച്ച സമയത്ത് ജോലിക്കിടയിൽ ആദ്യമായിട്ട് എനിക്കൊരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടായി. ഞാൻ എപ്പോഴും എനിക്ക് അതില്ല ഇതില്ല, ആ ഒരു ഇല്ല എന്നുള്ള വേർഡിൽ ഞാൻ ഫോക്കസ്ഡ് ആണ്. എനിക്കുള്ളതിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. ആ ഒരു സമയത്ത് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തു. ഈ ലോകത്ത് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഒപ്റ്റോമെട്രിസ്റ്റും നേഴ്സും ഡോക്ടർമാരും ഡ്രൈവർമാരും സാധാരണ കൂലിപ്പണി ചെയ്യുന്നവരും എല്ലാവരും ഈ ലോകത്തിന് വേണം. നമ്മളിപ്പോഴുള്ള ഈ ഒരു ജീവിതം ഇതൊന്നും ഇല്ലാത്ത ആളുകളുടെ സ്വപ്നമാണ്. അപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്നത് മറ്റൊരാളുടെ സ്വപ്നത്തിലാണ്. ഓക്കെ, ബൈ.